ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് കാവിൻപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കണ്ടോ, ട്രിവാൻഡ്രം പുളിയറക്കോണത്തിന് സമീപമായിട്ടുള്ള ഒരു കാവിൻപുറം എന്ന സ്ഥലമാണ്. നമുക്ക് പുളിയറക്കോണത്ത് നമുക്ക് ഏഷ്യൻ സ്റ്റുഡിയോ കോംപ്ലക്സ് എല്ലാവർക്കും അറിയാം. പെൻബോളൊക്കെ അവിടെയാണ് വരുന്നത്. അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടെ വരുമ്പോൾ തന്നെ കാവിൻപുറം എന്ന സ്ഥലമെത്തും. അവിടെ ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീട് നമുക്ക് ആക്സസ് ഉള്ളത് നമുക്ക് മെയിൻ റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം മാറിയിട്ടാണ്. നമ്മൾ പുളിയറക്കോണം ജംഗ്ഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയാൽ നമുക്ക് ഇവിടെ എത്താം. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്ററൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാതെ തന്നെ ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ നമുക്ക് ഒരു പുറമേ നിന്നുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്ക് വരുന്നുണ്ട്. നല്ല അട്രാക്റ്റീവ് ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത നമ്മൾ പലരും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പം ഈ ഒരു വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 2 ബെഡ്റൂമും നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വേറെ 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീട് ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു റോഡ് ആക്സസൊക്കെ ഉള്ള ഒരു ഏരിയയാണ് വരുന്നത്. നമുക്ക് ചുറ്റുപാടൊക്കെ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. വേറെയും വീടുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കണ്ടോ, വേറെ പണി നടക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് വേറെയും ഇഷ്ടംപോലെ വീടുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമുക്ക് 4 BHK ആണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്കാണ് നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നത്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിക്ക് പണിയേൽപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് വിശാലമായിട്ടുള്ള ഹോളും കൂടാതെ നമുക്ക് ബെഡ്റൂമും നമുക്കെല്ലാം തന്നെ നമുക്ക് വിശാലമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച നമുക്ക് കയറി കാണാം. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് കണ്ടോ, ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റ് 2 സംഭവം നമുക്ക് ഇവിടെ 2 പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ കളർ തീമിന് നല്ല മാച്ച് ചെയ്യുന്ന ടൈപ്പിലാണ് നമുക്കിവിടെ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് തറയിൽ ഉണ്ടാവും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 2 കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു കവേർഡ് പാർക്കിംഗ് ആണ് വരുന്നത്. കണ്ടോ, സുഖമായിട്ട് നമുക്കൊരു വലിയ കാറ് നമുക്ക് ഇനോവയൊക്കെ നിൽക്കുന്ന രീതിക്ക് നമുക്ക് നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു സൈഡിൽ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ആ 2 പോർഷനിൽ നമുക്ക് ഇവിടെയും 2 പോർഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് വീടിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് സൈഡിൽ നിന്ന് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനും കിണറും നമുക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് രണ്ടും തന്നെ നമുക്കുണ്ട്. പിന്നെ ഈ ഒരു വീട് ഈസ്റ്റ് ഫേസിംഗ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് കണ്ടോ, ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ ചാർജിങ് യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പോർഷനൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 8x6 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ നമുക്കൊരു പ്രത്യേകത ഉണ്ടോ, 2 ഭാഗത്തു നിന്ന് നമുക്ക് സ്റ്റെപ്പ് വരുന്നുണ്ടോ. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റെപ്പ് വരുന്നുണ്ട്. ഈ ഒരു തൂണ് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് സ്റ്റെപ്പ് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ 2 ഭാഗത്ത് നമുക്ക് സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു തൂണ് കണ്ടോ, ഇതിൽ ഫുള്ള് നമുക്ക് ഗ്ലാഡിങ് സ്റ്റോണ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടുത്തെ വാൾ ടൈലിലും കണ്ടോ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാഡിങ് സ്റ്റോണാണ് നമുക്ക് ഈ ഒരു ബ്രിക്സിൻ്റെ ഒരു മോഡലിലുള്ള ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. നമുക്കിവിടെ കയറി വരുമ്പോഴത്തേക്ക് കണ്ടോ, ഇവിടെ ഒരു വലിയൊരു എൻട്രൻസ് ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറ് ഫുള്ള് പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വലിയ ഒരു ഡോറാണ്. കൂടാതെ നല്ല ഡിസൈനും ഉണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡോറ് തുറന്നകത്തോട്ട് വരുമ്പോൾ കണ്ട് ഇവിടെ ഒരു കട്ടള പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് തുറന്നിട്ടാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ ഉണ്ടോ, നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കൊരു വീടിന് ഫ്രണ്ടിൽ വരുമ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലിവിങ്ങും നമുക്ക് ഡൈനിങ് ഏരിയയും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. 30x20 നമുക്ക് ഇവിടുത്തെ ഡയമെൻഷൻ വരുന്നുണ്ടോ. മുകളിൽ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ വരുന്നത്. തറയിലെ ടൈല് നമുക്ക് ഈ ഒരു പാറ്റേണിലുള്ള ഒരു ടൈലാണ് തറയിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് TV യൂണിറ്റ് ഉണ്ട്. ഒരു വലിയൊരു TV യൂണിറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എത്ര വലിപ്പമുള്ള ഒരു TV ആയാലും വയ്ക്കാൻ വേണ്ടിയുള്ള വലിയൊരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം കബോർഡ്സും സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ വലിയൊരു TV യൂണിറ്റ് വരുന്നത്.
പിന്നെ നമുക്കിവിടെ പാർട്ടീഷൻ ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഏരിയയും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു കണക്കിനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പാർട്ടീഷൻ ചെയ്ത് നമുക്ക് ആ ഡൈനിങ് ഏരിയയും കൂടെ നമുക്കിത് കവറായി കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് വരണം. മുകളിൽ നമുക്ക് സ്റ്റെയർ കയറിയാണ് മുകളിൽ പോകുന്നത്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു മിററും പിന്നെ വാഷ് ചെയ്യാനുള്ള ഒരു സിങ്കൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് പ്രത്യേകത വരുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമൊക്കെ ചോദിച്ച് പലരും നമുക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും നമുക്ക് മുകളിലായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ബെഡ്റൂം താഴെ വേണം എന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിൽ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കിച്ചൻ്റെ കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഈ കിച്ചൺ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് വരുന്നത്. കണ്ടില്ലേ, നമുക്ക് കിച്ചണിൻ്റെ ഈ ഒരു കളർ തീം നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കളർ തീമാണ് ഉണ്ടാവും. നമുക്കിവിടെ വാളിലും സൈഡിൽ വന്നിരിക്കുന്ന ആ ഒരു ക്യാബിന് ഫുള്ളും നമുക്ക് ഈ ഒരു നല്ലൊരു കളർ തീമിൽ നമുക്ക് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിവിടെ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ മെറ്റീരിയലാണ് നമുക്കിവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ധാരാളം കബോർഡ്സ് കണ്ടോ, നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസും കബോർഡ്സൊക്കെ നമുക്ക് ധാരാളം വരുന്നുണ്ട്. താഴെയും കണ്ടോ ഈ കാണുന്ന രീതിക്ക് ധാരാളം വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇതാ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കബോർഡ്സിൽ നമുക്ക് കണ്ടോ ഡ്രോയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഉണ്ടോ താഴെ കണ്ട് നമുക്ക് ഡ്രോയൊക്കെ വരുന്നുണ്ട്. ആ ഒരു കണക്കിനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ടോ, ഒരു വലിയൊരു സിങ്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഈ ഒരു പോർഷനിൽ നമുക്കൊരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ, വീട് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് നമുക്കിവിടുത്തെ കിച്ചനും വർക്ക് ഏരിയയും കൂടെ വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂമാണ് നമുക്ക് താഴെ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. കണ്ടോ, മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് സൈഡിൽ വാളിൽ നമുക്ക് ഈ ഒരു കളർ തീമൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ഭാഗത്ത് നമുക്ക് ഇവിടെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ, 2 വിൻഡോയിലും ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സ്പേസാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു മിററും സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രിപ്പ് ഇടുന്ന ടൈപ്പ് ടൈലും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ പോർഷനിൽ നമുക്ക് വാർഡ്രോബ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് സൈസ് വരുന്നത് 14x12 ഡയമെൻഷനാണ് വരുന്നത്. ഇവിടെ ഒരു ഗ്രീൻ കളർ തീമാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു പോർഷനിൽ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഇവിടെ ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തറയിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ടെയിൽ എല്ലായിടത്തും സെയിം അതേപോലത്തെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. ഈ ഒരു വാർഡ്രോബാണ് വരുന്നത്. ഇത് നമുക്ക് ഫിക്സഡ് അല്ല, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് നമുക്കിവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്ക് ബാക്കിൽ തട്ടിയിട്ടില്ല, നമുക്കിത് എവിടെ വേണം മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് നമുക്കൊരു മിററൊക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡ് നമുക്ക് ഈ ഒരു പോർഷനിലുണ്ടാവും. ഇത്രയും ഒരു ഇത് വരുന്നുണ്ട്. താഴെ ഡ്രോയൊക്കെ വരുന്നുണ്ട് അതിന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇതൊരു ബോർഡ് വർക്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്കിവിടെ വാർഡ്രോബിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, നമ്മൾ 2 ബെഡ്റൂമും കിച്ചണും കണ്ടു. ഇനി നമുക്ക് മുകളിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ ചെയ്ത് നമ്മൾ മുകളിലോട്ട് വയ്ക്കാൻ നമുക്കുണ്ട് ഈ ഒരു സൈഡിൽ ഈ ഒരു ഡിസൈനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ ലൈറ്റ് കൊടുത്ത് നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമുക്ക് സൈഡ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് അവിടെ നിന്ന് ലൈറ്റിംഗ് ഉണ്ടാവും, അകത്തോട്ട് കിട്ടുന്ന കണക്കിന് മുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കയറി പോകുമ്പോൾ നമുക്ക് സൈഡിലുണ്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് ഇവിടെ സ്റ്റീലിലുള്ള ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയും കൂടെ നമുക്ക് ഇനി കാണാം. ഓക്കെ, നമുക്കപ്പം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു ലിവിങ് ഏരിയ ഉണ്ട് കേട്ടോ.
കണ്ടില്ലേ, നമുക്ക് ഒരു വലിയൊരു ലിവിങ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ ചെറിയ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ നടത്താൻ വേണ്ടിയുള്ള നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ വീഡിയോ കാണുന്നേക്കാളും നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് ഒക്കെ മനസ്സിലാവും. താഴെയും നമുക്ക് ഉണ്ടായിരുന്ന അതേപോലെ തന്നെ നമുക്കിവിടെ മുകളിലും കണ്ട് ഇത്രയും വൈഡായിട്ടുള്ളൊരു ഹോള് നമുക്ക് കണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്കിവിടെ വച്ചാലും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കിട്ടുന്ന ഒരു ഹോളാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 26x24 ഡയമെൻഷനുള്ളതാണ്. നല്ല സ്പേസ് ഉണ്ട്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് കൊടുത്ത് മുകളിൽ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. ടെയിൽ നമുക്ക് താഴെ കണ്ട അതേ ടൈപ്പ് ടെയിൽ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡും ജിപ്സം ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം ഷെൽഫും ടോസൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 2 വിൻഡോ ഉണ്ടോ, 2 വിൻഡോ വരുന്നുണ്ട്. ഇതിൽ 2ലും ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. സൈഡിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളതുണ്ടോ, വാളിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ സൈഡിൽ, ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിലാണ് 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം കാണാം. നമുക്കപ്പോൾ ഈ പോർഷനിലെ ഫസ്റ്റത്തെ ഒരു ബെഡ്റൂം നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ്. ടെയിലൊക്കെ നമുക്ക് സെയിം ആണ് വരുന്നത്. നമുക്ക് സൈഡിൽ ആണ്ട് ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്, പെയിൻറ്റിങ്. പിന്നെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ താഴെ കണ്ട അതേപോലത്തെ ഒരു വാർഡ്രോബ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. 3 ഡോറും വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു വലിയൊരു മിററും, ബാക്കി നമുക്ക് ഇവിടെ 2 ഡ്രോയൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ് കണ്ടോ. നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടെയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു ഗ്ലാസ്, നമുക്കൊരു സിങ്കൊക്കെ ഇവിടെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെയില് നമുക്കൊരു പ്രീമിയം ഡിസൈൻ വരുന്ന പോലത്തെ ഒരു ടെയിലാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്കൊരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമുക്കൊരു ബെഡ്റൂം 14x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. ടെയില് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന സെയിം ടെയിലാണ് നമുക്ക് ഇവിടെ തറയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് നമുക്കൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് താഴത്തെ ഒരു ഫ്ലോറിലാണ് വാർഡ്രോബ് ഇല്ലാത്തത്. എനിക്ക് തോന്നുന്നു ആ ഒരു റൂം നമുക്ക് ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനായിട്ടൊക്കെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് സ്പേസ് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ റൂമിനും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇതുപോലത്തെ റെഡിമെയ്ഡ് സംഭവമൊക്കെ വാങ്ങിച്ചു വയ്ക്കാനും പറ്റും. ഇതൊക്കെല്ലാം തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന വാർഡ്രോബ്സാണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബാത്റൂം വരുന്നത്. എല്ലായിടത്തും PVC ഡോർ തന്നെയാണ് നമുക്ക് ബാത്റൂമിനെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു കളർ തീമാണ് ടെയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടെയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എല്ലാം കോമൺ ആയിട്ട് കിടന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു ബാത്റൂമിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് 14x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. നമുക്ക് കണ്ടോ ഇവിടെ സൈഡിൽ നിന്ന് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട്. വേണ്ട ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. കണ്ടോ നമുക്കപ്പോൾ ഇത്രയും സ്പേസ് ഉള്ളതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. കണ്ടോ അപ്പോൾ 14x6 നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. നമുക്ക് ബാൽക്കണിയുടെ ഉണ്ടോ അവിടെ നമുക്ക് ഹാൻഡിൽസ് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ ഒരു ഹാള് നല്ല വലുതായതുകൊണ്ട് നമുക്ക് ചെറിയ ഫംഗ്ഷനൊക്കെ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് പുറകിലും നമുക്ക് ചെറിയൊരു ബാൽക്കണി പോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ബാക്കി സംഭവങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാനും നമുക്ക് ഇവിടെ വാഷ് ചെയ്യാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ഇട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പേസും കൂടെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു 12x6 ഡയമെൻഷനൊക്കെ നമുക്ക് സ്പേസ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് ആസ്കിംഗ് പ്രൈസ് നമുക്ക് 80 ലക്ഷമാണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതിന്. നിങ്ങൾക്ക് ഹോം ലോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയും നിങ്ങളുടെ ITRക്ക് അനുസരിച്ചുള്ള നിങ്ങൾക്ക് ഉള്ള ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ വീട് വന്ന് കാണാനും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.